നമസ്കാരം. ഗ്രീൻ സിഗ്നേച്ചർ ഓർഗാനിക്സിലൂടെ ഇന്ന് പറയാൻ പോകുന്നത് ഗ്രീൻ ടീയുടെ പ്രോസസ്സിങ്ങും അതിൻ്റെ ഹിസ്റ്ററിയുമാണ്. ആദ്യം തേയിലച്ചെടിയെപ്പറ്റി അറിയാം. തേയിലച്ചെടി ശരിക്കും 6 മീറ്റർ വരെ ഉയരം വയ്ക്കുന്ന ഒരു മരമാണ്. അത് ഹാർവസ്റ്റിന് വേണ്ടി പൊക്കം കുറച്ച് പ്രൂൺ ചെയ്ത് നിർത്തുന്നതാണ്. ഏത് തേയിലയാണെങ്കിലും, അതായത് മെയിനായിട്ടുള്ളത് ബ്ലാക്ക് ടീ, ഗ്രീൻ ടീ, ഊലോങ് ടീ, വൈറ്റ് ടീ എന്നിവയാണ്. ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത് കമേലിയ സിനൻസിസ് എന്ന് പറയുന്ന തേയിലച്ചെടിയിൽ നിന്നാണ്. തേയില ആദ്യം ഉണ്ടായിരുന്നത് ചൈനയിലാണ്. അവർ ഗ്രീൻ ടീ ആയിട്ടാണ് ആദ്യം അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഗ്രീൻ ടീയും ബ്ലാക്ക് ടീയും തമ്മിൽ ഫെർമെൻറ്റേഷൻ അല്ലെങ്കിൽ ഓക്സിഡേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലാണ് വ്യത്യാസമുള്ളത്. അങ്ങനെ ഗ്രീൻ ടീ സ്ഥിരമായി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന ചൈനയിൽ ഒരിക്കൽ ഒരു യുദ്ധം നടക്കുകയുണ്ടായി. അപ്പോൾ അവർ ഹാർവെസ്റ്റ് ചെയ്തു വെച്ചിരുന്ന തേയില കൃത്യമായി പ്രോസസ്സ് ചെയ്യാൻ പറ്റാതെ അത് ഫെർമെൻ്റ് ആയിപ്പോയി. അങ്ങനെ ഫെർമെൻ്റ് ആയ തേയില ബ്ലാക്ക് ടീ ആയി മാറി. അതവർ വിറ്റു. അങ്ങനെ ചെയ്തപ്പോൾ അതിന് വലിയ പ്രചാരം ആർജിക്കുകയും നല്ല വില കിട്ടുകയും ചെയ്തു. അങ്ങനെ ബ്രിട്ടീഷ് ഭരണകാലത്ത് അതിർത്തി രാജ്യങ്ങളായ ഇന്ത്യ, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ ചൈനയുടെ അതേ കാലാവസ്ഥയും അതേ ഓൾട്ടിറ്റ്യൂഡുമുള്ള സ്ഥലങ്ങളായ ഡാർജിലിംഗ്, നീൽഗിരീസ്, മൂന്നാർ, പീരുമേട്, ശ്രീലങ്കയിലെ സീലോൺ എന്നിവിടങ്ങളിൽ ആ തേയിലച്ചെടി നട്ടുപിടിപ്പിക്കാൻ തുടങ്ങി. ഫോറസ്റ്റ് സോയിലും pH 4.5നും 5നും ഇടയിലുള്ള സോയിലാണ് തേയില നന്നായിട്ട് വളരുന്നത്. തേയിലച്ചെടി പഴക്കം ചെല്ലുന്നതനുസരിച്ച് അതിൻ്റെ വേരുകൾ ആഴത്തിലേക്ക് പോവുകയും അത് മാനുഫാക്ചർ ചെയ്യുമ്പോൾ നല്ല ഫ്ലേവറുള്ള തേയില ഉണ്ടാവുകയും ചെയ്യും. അടുത്തതായി ഗ്രീൻ ടീയുടെ മാനുഫാക്ചറിംഗ് ആണ് പറയാൻ പോകുന്നത്. ഗ്രീൻ ടീ മാനുഫാക്ചർ ചെയ്യാൻ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ തേയിലച്ചെടിയുടെ മുകളിൽ തളിർത്ത് നിൽക്കുന്ന 2 ഇലയും തിരിയുമാണ്. 2 ലീഫ് ആൻഡ് എ ബഡ് എന്ന് പറയും. അതാണ് അതിൻ്റെ റോ മെറ്റീരിയൽ. പണ്ട് കാലത്ത് അത് ഹാർവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഹാൻഡ് പ്ലക്കിങ്ങിലൂടെ ആയിരുന്നു. പിന്നീട് സാമ്പത്തികമായുള്ള പ്രതിസന്ധികൾ, ലേബർ ചാർജ് ഇങ്ങനെയൊക്കെ വന്നപ്പോൾ അത് മെഷീൻ ഷിയറിങ്ങിലേക്ക് മാറി. ഹാൻഡ് പ്ലക്ക് ചെയ്യുന്ന തേയില എല്ലാ 8 ദിവസങ്ങളുടെ ഡ്യൂറേഷനിലാണ് ചെയ്യുന്നത്. കാരണം അത്രയും വിരിയാത്ത ഇല കിട്ടിയാലേ അത് ഹാൻഡ് റോൾ ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. ഈ തേയില നുള്ളിയെടുത്താൽ ആദ്യം ചെയ്യുന്നത് അതിൽ ഫെർമെൻറ്റേഷന് കാരണമായ ഒരു എൻസൈം ഉണ്ട്. ആ എൻസൈമിൻ്റെ പ്രവർത്തനം മൂലമാണ് ഈ തേയിലയിലുള്ള ജ്യൂസ് ഓക്സിജനുമായി റിയാക്ട് ചെയ്ത് ഫെർമെൻറ്റേഷൻ എന്ന പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ എൻസൈമിനെ നശിപ്പിച്ചാലേ ഫെർമെൻറ്റേഷൻ നടക്കാതിരിക്കുകയുള്ളൂ. തേയില നുള്ളിയെടുത്ത് ആദ്യമേ തന്നെ എൻസൈമിനെ നശിപ്പിക്കണം. അതിന് കിൽ ഗ്രീൻ എന്നോ ഗ്രീൻ ഫിക്സിംഗ് എന്നൊക്കെ പറയും. അതിൽ ചെയ്യുന്നത് 60 ഡിഗ്രിക്ക് മുകളിലുള്ള ഒരു ടെമ്പറേച്ചറിൽ ആ നുള്ളിയെടുത്ത് തേയില കടത്തിവിടും. 60 ഡിഗ്രിക്ക് മുകളിലുള്ള ചൂടുവെള്ളത്തിൽ മുക്കിയാലും കിൽ ഗ്രീൻ നടക്കും. അല്ലെങ്കിൽ ചട്ടിയിലിട്ട് വറുത്തെടുക്കാം. ഫാക്ടറികളിലൊക്കെ ആണെങ്കിൽ ചൂടാക്കിയ ഒരു റോളറിൽ കൂടെ കടത്തിവിട്ട് കഴിയുമ്പോൾ അത് നടക്കും. ഏതൊരു കൊളുന്താണെങ്കിലും അതിലൊരു 85% മുകളിൽ വാട്ടർ കണ്ടന്റ് ആയിരിക്കും. ഇതിനെ ചൂടാക്കി കഴിയുമ്പോൾ ഇതിൽ നിന്നും നീരാവി പുറത്തു വരികയും ഇതെല്ലാം മോയിസ്റ്റ് ആകുകയും ചെയ്യും. അപ്പോൾ അതിൻ്റെ സർഫസ് മോയിസ്റ്റ് ഇവാപ്പറേറ്റ് ചെയ്യണം. അതിന് ഏതെങ്കിലും വായുസഞ്ചാരമുള്ളിടത്ത് അത് വിരിച്ചിടണം. അതിനുശേഷമുള്ള പ്രോസസ്സാണ് റോളിംഗ്. എല്ലാ തേയിലയിലും അതിൻ്റെ ഗുണഗണങ്ങൾ അടങ്ങിയിരിക്കുന്ന കെമിക്കൽസ് ഇരിക്കുന്നത് അതിൻ്റെ കോശങ്ങൾക്കകത്താണ്. ഇത് വെളിയിൽ വരാനും അതിൻ്റെ സർഫസിൽ കോട്ടായിരിക്കാനുമാണ് റോളിംഗ് ചെയ്യുന്നത്. ഒരു കൈയിൽ വെച്ചുകൊണ്ട് മറ്റേ കൈ വെച്ച് ബ്രേക്ക് ആകാതെ റോളാക്കി എടുക്കുന്ന ഒരു പ്രോസസ്സാണിത്. റോളിങ്ങിന് ശേഷം അടുത്ത പ്രോസസ്സ് ഡ്രൈയിങ് ആണ്. അതിന് നേരിട്ട് സൂര്യവെളിച്ചം കിട്ടാത്ത എവിടെയെങ്കിലും ഇട്ട് അത് ഉണങ്ങിയെടുക്കും. അല്ലെങ്കിൽ ഡ്രയറിലിട്ട് ഉണക്കിയെടുക്കും. ഇനി ഏതൊരു തേയില ആണെങ്കിലും ടേസ്റ്റ് ഒരു പ്രധാന ഘടകമാണ്. അതിൻ്റെ ഒരു ട്രഡീഷണൽ ടേസ്റ്റിംഗ് രീതിയാണ് ഒരു 2.5 ഗ്രാം തേയില അല്ലെങ്കിൽ 1 ടീസ്പൂൺ തേയിലപ്പൊടി എടുത്ത് അതിൽ 100 ഡിഗ്രി വെട്ടിത്തിളച്ച വെള്ളമല്ല ഒഴിക്കേണ്ടത്. തിളയ്ക്കുന്നതിന് മുമ്പ് ബബിൾസ് വരാറായ വെള്ളം 100 മില്ലി എടുത്ത് ഒരു 5 മിനിറ്റ് ഇട്ട് വയ്ക്കണം. അപ്പോൾ ആ തേയില ചെടിയിൽ നിൽക്കുന്നത് പോലെ വിരിഞ്ഞു വരും. അങ്ങനെ അതിൻ്റെ ആ ലിക്കർ മാത്രം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗ്രീൻ ടീ ടേസ്റ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ആദ്യം ഒരു ചവർപ്പും കയ്പുമായിരിക്കും. നമ്മുടെ ചുണ്ടും നാക്കുമൊക്കെ ഉണങ്ങുന്നത് പോലെ തോന്നും. അത് ഇറക്കി കഴിയുമ്പോൾ നാക്കിലൊരു സ്വീറ്റ്നെസ്സും ഉണ്ടാകും. അതുപോലെ ഒരു പ്രാവശ്യം എടുക്കുന്ന ഈ 1 ടീസ്പൂൺ തേയിലപ്പൊടി ഒരു 4 പ്രാവശ്യമെങ്കിലും നമ്മൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. കാരണം ഇത് റിപ്പീറ്റായി ഉപയോഗിക്കുന്നതനുസരിച്ച് അതിൻ്റെ ബിറ്റർനെസ് കുറഞ്ഞുകൊണ്ടിരിക്കുകയും നല്ല ഫ്ലേവർ കിട്ടുകയും ചെയ്യുന്നു.
അപ്പോൾ ഒരു 2.5 ഗ്രാം തേയിലപ്പൊടി 3 അല്ലെങ്കിൽ 4 ചായക്ക് എടുക്കാം. ഇനി ബ്ലാക്ക് ടീയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ആദ്യം നുള്ളിക്കൊണ്ട് വരുന്ന തേയില 48 മണിക്കൂർ നല്ല വായു സഞ്ചാരമുള്ളിടത്ത് വിതറിങ് ചെയ്ത് അതിൻ്റെ എക്സസ് മോയ്സ്ചർ കളയണം. ശേഷം അത് റോൾ ചെയ്യും. റോളിംഗ് തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഫെർമെൻറ്റേഷൻ നടന്നു തുടങ്ങും. അപ്പോൾ ഗ്രീൻ കളറിലുള്ള ആ ലീഫ് ഒരു കോപ്പറി റെഡായി മാറും. അതോടൊപ്പം നല്ലൊരു സ്മെല്ലും വരും. ആ സമയത്ത് തന്നെ അത് ഫയർ ചെയ്യുകയും ചെയ്യണം. ഫയർ ചെയ്യുക എന്ന് വെച്ചാൽ ഡ്രൈ ചെയ്തെടുക്കണം. ഫയറിംഗ് താമസിച്ചാൽ അതിൻ്റെ ഫെർമെൻറ്റേഷൻ കൂടുകയും ടീ മോശമായി പോവുകയും ചെയ്യും. എന്നാൽ ഗ്രീൻ ടീയിൽ ഫയറിംഗ് കുറച്ച് താമസിച്ചാലും കുഴപ്പമില്ല. കാരണം അതിൻ്റെ ഫെർമെൻറ്റേഷൻ ആദ്യമേ തന്നെ അറസ്റ്റ് ചെയ്തു. അതുകൊണ്ട് ചെറിയ ടെമ്പറേച്ചറിൽ കൂടുതൽ സമയം ഡ്രൈ ചെയ്താലും ഗ്രീൻ ടീക്ക് ഒന്നും സംഭവിക്കില്ല. എന്നാൽ ബ്ലാക്ക് ടീ സ്റ്റഡി ആയിട്ട് നല്ല ടെമ്പറേച്ചറിൽ ഒരു 20-25 മിനിറ്റ്സിൽ ഡ്രൈ ചെയ്തെടുക്കണം. ഇങ്ങനെയാണ് ഗ്രീൻ ടീയുടെ മാനുഫാക്ചറിംഗ് പ്രോസസ്സ്. ഗ്രീൻ ടീയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ വളരെ ഷാർപ്പായിരിക്കാൻ സാധിക്കും. വീക്ക്നെസ്സും കുറയും. അതുകൊണ്ട് തന്നെ ഉറക്കം കുറച്ച് കുറയുകയും ചെയ്യും. കൂടാതെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ ഇംബാലൻസ് മാറി വെയ്റ്റ് ലോസിന് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും. താങ്ക് യു.